ഒരുപാട് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഒരു പൈലറ്റിനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സ്റ്റുഡൻറ് പൈലറ്റാണ് കണ്ണൻ പാലക്കാട് സ്വദേശിയാണ്. ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഗൺ ലൈസൻസ് ഹോൾഡറാണ് കണ്ണൻ. 13ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിലെ കണ്ണ്? 13ാമത്തെ വയസ്സിൽ ഗൺ ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം ടുണീഷ്യൻ എയർ സ്പേസിൽ വിമാനം പറത്തിയ യങ്ങസ്റ്റ് ഇന്ത്യൻ കൂടിയാണ്. ഷൂട്ടിങ്ങിൽ ഒരുപാട് ചാമ്പ്യൻഷിപ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രീ നാഷണൽ മെഡലിസ്റ്റ് ആണ്, സ്റ്റേറ്റ് മെഡലിസ്റ്റ്. 4 years ആയിട്ട് നാഷണൽ റിനോഡ് ഷൂട്ടർ ആണ്, ക്വാളിഫൈഡ് ആണ്. അതായത് ടോയ്സ് വാങ്ങുമ്പോ ഫുള്ള് വെപ്പൺ ഗൺ എല്ലാം ഫുള്ള് അടിപൊളി പോകാം. എത്ര തോക്കുണ്ട് കയ്യില്? ഹലോ, ഇന്ന് ഒരുപാട് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഒരു പൈലറ്റിനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സ്റ്റുഡൻറ് പൈലറ്റാണ് കണ്ണൻ പാലക്കാട് സ്വദേശിയാണ്. അതോടൊപ്പം കണ്ണന് ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് കൊണ്ടുവരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു 17 വയസ്സാണ്, 2 ദിവസം കൊണ്ട് 18 വയസ്സ് തികയുമെന്ന് പറഞ്ഞു. അപ്പൊ 18 വയസ്സിന് മുമ്പ് തന്നെ 17ാം വയസ്സിൽ തന്നെ സ്റ്റുഡൻറ് പൈലറ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരണം എന്നുള്ള നിലക്കാണ് ഇന്ന് തന്നെ ഇവിടെ വിളിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഗൺ ലൈസൻസ് ഹോൾഡറാണ് കണ്ണൻ. 13ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിലെ കണ്ണ്? 13ാമത്തെ വയസ്സിൽ ഗൺ ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം ടുണീഷ്യൻ എയർ സ്പേസിൽ വിമാനം പറത്തിയ യങ്ങസ്റ്റ് ഇന്ത്യൻ കൂടിയാണ് ഇന്ന് കണ്ണൻ. സോ വെൽക്കം ടു ദ ചാനൽ. താങ്ക് യു. ഓക്കെ, എനിക്ക് കണ്ണന്റെ സ്റ്റോറിയിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ 17 വയസ്സായി അല്ലെ, 18 വയസ്സാവാൻ പോകുന്നു. എങ്ങനെയാണ് ഈ പൈലറ്റ് ആവാന്നുള്ള ഡ്രീം എവിടുന്ന തുടങ്ങുന്നത്? അതായത് ഇത് മൊത്തം ഒരു സിനിമ കൊറിയോഗ്രാഫി ചെയ്തതുപോലെ കൊറിയോഗ്രാഫി ചെയ്തതാ. ആരാ കൊറിയോഗ്രാഫി ചെയ്തത്? ഞാനും അച്ഛനും കൂടി. ഓക്കെ. അതായത് എന്റെ ആഗ്രഹങ്ങള്, അതായത് ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ് എടുത്ത് ലാഭം കിട്ടി ഇന്ന വണ്ടി അടക്കം വാങ്ങി നമ്മൾ പ്ലാൻ ഇടും. അപ്പൊ അതേപോലെ പ്ലാൻ ചെയ്തിട്ടാണ്. എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്? ഞങ്ങളത് ഏകദേശം പൈലറ്റിന്റെ വന്നിട്ട് ഏകദേശം 10th ആവുമ്പോ മുതല് 10th ആവുമ്പോഴാണ് പൈലറ്റിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. ഷൂട്ടിങ് പിന്നെ ചെറുപ്പം മുതലേ ഏകദേശം നമ്മൾ ഈ ടോയ്സ് ഒക്കെ വാങ്ങിക്കില്ലേ, അതായത് ടോയ്സ് വാങ്ങുമ്പോ ഫുള്ള് വെപ്പൺ ഗൺ എല്ലാം ഫുള്ള് അടിപൊളി പോകാം. അപ്പൊ അങ്ങനെ വാങ്ങി പിന്നെ അച്ഛൻ അവസാനം ബാംഗ്ലൂർ പോയി വരുമ്പോ ഒരു എയർ ഗണ്ണ് വാങ്ങി. അവിടെ നിന്ന് തുടങ്ങിയതാ 2016. അവിടെ നിന്ന് തുടങ്ങി. പിന്നെ 2018 ആയപ്പോ പാലക്കാട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ എടുത്ത് അവിടെ പ്രാക്ടീസ് തുടങ്ങി. ഇപ്പൊ നവീ ഷൂട്ടിംഗിൽ എനിക്ക് പറഞ്ഞിട്ട് തൃശ്ശൂരാണ്, അവിടെ ഇപ്പൊ ട്രെയിനിങ്ങിന് പോണു. ഗൺ ഷൂട്ടിങ്ങിൽ ഒരുപാട് ചാമ്പ്യൻഷിപ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏകദേശം 4 years ആയിട്ട് നാഷണൽ റിനോഡ് ഷൂട്ടർ ആണ്, ക്വാളിഫൈഡ് ആണ്. പിന്നെ പ്രീ നാഷണൽ മെഡൽസ് ഉണ്ട്. സീനിയർ കാറ്റഗറിയില് കേരളത്തിലെ പ്രീ നാഷണൽ മെഡലിസ്റ്റ് ആണ്, സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആണ്. ഈ പ്രീ നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാഷണലിന്റെ തൊട്ട് സൗത്ത് സോൺ, സോണൽ അതാണ്. അപ്പൊ സ്റ്റേറ്റ് കഴിഞ്ഞ് സോണൽ. ഇതിലൊക്കെ എന്ത് കൈൻഡ് ഓഫ് പിസ്റ്റൾ? ഞാൻ ചെയ്യുന്നത് വന്നിട്ട്, അതായത് ഞാൻ 10 meter എയർ പിസ്റ്റൾ ചെയ്യുന്നുണ്ട്, 25 meter സ്പോർട്സ് പിസ്റ്റൾ പറയുന്ന ഇവന്റ് ചെയ്യുന്നുണ്ട്, 25 meter സ്റ്റാൻഡേർഡ് ഫയർ പിസ്റ്റൾ പറയുന്ന ഇവന്റ് ചെയ്യുന്നുണ്ട്, 25 meter സെന്റർ ഫയർ പിസ്റ്റൾ എന്ന് പറയുന്ന ഇവന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 50 meter ഫ്രീ പിസ്റ്റൾ പറയുന്ന ഇവന്റും ചെയ്യുന്നുണ്ട്. ഒരു 5 ഇവന്റ്. എത്ര തോക്കുണ്ട് കയ്യില്? ഇപ്പോ 25 meterന്റെ 2 വെപ്പൺ, 50 meterന്റെ ഒരു വെപ്പൺ ഉണ്ട്. ഒരു 50 meterന്റെ ഒരു ഇമ്പോർട്ട് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ട് പെർമിറ്റിന്റെ കാര്യങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛൻ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സിന്റെ ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടുപോകും. അമ്മ ഒന്നുമില്ല, ഹൗസ് വൈഫ് ആയിട്ട്. ഓക്കെ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഒരു പൈലറ്റ് എന്നുള്ളതിലോട്ട് എത്താൻ അതിനുള്ളൊരു പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? അതായത് പൈലറ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഒരു മനസ്സിൽ തന്നെ വേറൊരു കാര്യമായിരിക്കും. അതെ. അപ്പോ ഞാൻ ആദ്യം പൈലറ്റ് ആവാൻ എന്ന് വിചാരിച്ച് കുറേ പ്ലാൻ ചെയ്തു. അതായത് ഈ രീതി ആയിരുന്നില്ല. ഞാൻ പൈലറ്റ് ആവാൻ ഉദ്ദേശിച്ച ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 21 വയസ്സാകുമ്പോഴായിരിക്കും, 21-22 വയസ്സിൽ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. കാരണം എനിക്ക് പൈലറ്റ് ട്രെയിനിങ് എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ അച്ഛൻ ഓരോന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് നമുക്ക് +2 കഴിഞ്ഞതും പൈലറ്റ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം. +2 നമുക്ക് സയൻസ് വേണം, ഫിസിക്സും മാത്സും സബ്ജക്റ്റിൽ വേണം. അപ്പോ അതിനു വേണ്ടിയിട്ട്
സയൻസ് വേണം. അപ്പോഴും ഞാൻ സയൻസ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പറളി ഹയർ പാർലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചത്, പാലക്കാട്. അപ്പോ സയൻസ് എടുത്തു. അങ്ങനെ അച്ഛനായി നോക്കി പിന്നെ +2 കഴിഞ്ഞതും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. +2 എക്സാമിന് മുന്നേ തന്നെ ഇതിന് പൈലറ്റിന് മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പൊ ഈ മെഡിക്കൽ ടെസ്റ്റിൽ വന്നിട്ട് ക്ലാസ് 2 ക്ലാസ് 1 പറഞ്ഞിട്ട് 2 ക്ലാസ് ടെസ്റ്റാ. അപ്പൊ ആദ്യം ക്ലാസ് 2 ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ക്ലാസ് 2 പോയി ഇനീഷ്യൽ ടെസ്റ്റ് ചെയ്തു. അത് ഓക്കെ ആയി, മെഡിക്കലി ഫിറ്റ് ആയി. അതിനുശേഷം നേരെ തിരിച്ചു വരുമ്പോഴാണ് ആ ഡോക്ടറാ പറഞ്ഞന്ന് തൃശ്ശൂർ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റയാനെയർ എന്നാ പേര്. നേരെ തൃശ്ശൂർ അങ്ങനെ റയാനെയറിൽ വന്നു, നോക്കി, ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ കേരളത്ത് സിമുലേറ്റർ ഉണ്ട്, അതായത് ഫ്ലൈറ്റിന്റെ ഒരു സിമുലേറ്റർ ഉണ്ട്. അതായത് കേരളത്തെ ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് റയാനെയറിലാണ്. അപ്പോ അത് കണ്ടു. അതൊക്കെ കണ്ടപ്പോ ഓക്കെ ആയി. അപ്പൊ തന്നെ +2 കഴിഞ്ഞ ദിവസം +2ന്റെ ഏറ്റവും ലാസ്റ്റ് എക്സാം വന്നിട്ട് ഹിന്ദി ആയിരുന്നു. അത് യൂണിഫോമില് രാവിലെ മുതൽ 12:30 വരെ എക്സാം. 12:30ക്ക് ഞാൻ പറളീന്റെ ഫ്രണ്ടിന്ന് ബസ് കയറി നേരെ തൃശ്ശൂരിലേക്ക്, ആ യൂണിഫോമിൽ നിന്ന് തൃശ്ശൂര് പോയി. അവിടെ നിന്ന് തന്നെ എൻറോൾ ചെയ്തു. അപ്പൊ തന്നെ എൻറോൾ ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. അപ്പൊ തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത അപ്പോഴാണ് പിന്നെ ക്യാപ്റ്റനും അച്ഛനും കൂടി സംസാരിച്ച് യങ്ങസ്റ്റ് ആംസ് ലൈസൻസ് ഹോൾഡർ ഇൻ ഇന്ത്യയാണ്. ഇതേപോലെ അച്ഛൻ യങ്ങസ്റ്റ് പൈലറ്റ് എന്നൊക്കെ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആ വിഷനില്, അത് ഈ യങ്ങസ്റ്റ് ആംസ് ലൈസൻസ് ഹോൾഡർ അച്ഛന്റെ ഐഡിയ ആണ്. നമുക്കിപ്പോ ഞാൻ ആ പ്രായത്തിൽ യുണീക്ക് ആയിട്ട് അച്ഛൻ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ലൈസൻസിന് അപ്ലൈ ചെയ്ത് വെച്ചു. അപ്ലൈ ചെയ്ത് പിന്നെ അതിനെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അച്ഛൻ അതിനെപ്പറ്റി അതിന്റെ പിന്നാലെ ഓടിയാലേ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ കളക്ടറേറ്റ് കയറുക ഇറങ്ങുക. അത് കഴിഞ്ഞ് ലൈസൻസ് അപ്രൂവ് ആവുമ്പോഴാണ്, അതിന്റെ തൊട്ടൊരു 2 മാസം മുന്നേ ആണ് മനസ്സിലാവുന്നത് യങ്ങസ്റ്റ് ആണ് എന്നുള്ളത്. അതായത് ടാർഗറ്റ് ഷൂട്ടേഴ്സിന് ഏകദേശം 16 വയസ്സ്, നോർമൽ സിറ്റിസൺ ആണ്, സിവിലിയൻ ആണെങ്കിൽ 21 വയസ്സാണ് ലൈസൻസിനുള്ള എലിജിബിലിറ്റി. അപ്പൊ എനിക്ക് 13 കിട്ടി. അപ്പോ അത് കിട്ടിയപ്പോ പിന്നെ യങ്ങസ്റ്റ് ആംസ് ലൈസൻസ് ഹോൾഡർ അങ്ങനെയാണ് ആയത്. അതിനുശേഷം ഇവിടെ വന്നു, യങ്ങസ്റ്റ് പൈലറ്റ് നോക്കി നോക്കുമ്പോ അത്യാവശ്യം ഉണ്ട്, യങ്ങസ്റ്റ് ആവാൻ ഉണ്ട്. അതായത് ഇതേപോലെ വേറെ ക്യാപ്റ്റൻസിന്റെ മക്കൾ തന്നെ പൈലറ്റ് നേരത്തെ യങ്ങസ്റ്റ് ആവാൻ വേണ്ടിയുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതെ, അവര് നേരത്തെ യങ്ങസ്റ്റ് ആവാനുള്ള പരിപാടി തുടങ്ങി. അപ്പോ പിന്നെയാണ് അപ്പോ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാൻ യങ്ങസ്റ്റ് ആവണമെങ്കിൽ ഞാൻ 15ാമത്തെ വയസ്സിൽ ഫ്ലൈ ചെയ്യണം. 15ാമത്തെ വയസ്സിൽ ഞാൻ +2 കഴിയണമെങ്കിൽ അപ്പോ ഞാന് 2ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ് തുടങ്ങേണ്ടി വരും. അപ്പോ അത് നോക്കി. അപ്പോ തുനീഷ്യൻ എയർസ്പേസിൽ നോക്കിയപ്പോ തുനീഷ്യൻ എയർസ്പേസിൽ പോയി ഫ്ലൈ ചെയ്തു. അങ്ങനെയാണ് ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ടൈറ്റിലിന് ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ആക്ച്വലി പൈലറ്റ് ട്രെയിനിങ് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞത് ഇന്ത്യയിലല്ല, ടുണീഷ്യയിലാണ്. ഇന്ത്യയില് ഗ്രൗണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, എന്നിട്ടാണ് തുനീഷ്യയിൽ ഫ്ലൈ ഇങ്ങനെ പോവാ. അപ്പൊ അഡ്വാൻറ്റേജ് എന്താ? ലൈക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നിടത്ത് അവിടെ ഒരു അഡ്വാൻറ്റേജ്. അതായത് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ ഏകദേശം ഡൽഹിത്തെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. ഡൽഹിയിൽ നമുക്ക് നിലത്ത് നിന്നാൽ തന്നെ കാണാൻ പറ്റൂല. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഫ്ലൈയിങ് ഒന്നും നടക്കില്ല. ഫ്ലൈയിങ്ങിന് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷൻ വേണം. അതായത് വിസിബിലിറ്റി, വിൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മാറ്റർ വരും. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ആ ഒരു റീജിയൻസിൽ അബ്രോഡ് ആണെങ്കിലും അബ്രോഡ് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തു പോയാൽ എല്ലാവിടെയും പറ്റുന്നില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയൻ, നമ്മുടെ ഒരു റീജിയനിൽ ചില കൺട്രീസിലൊക്കെ ഏകദേശം ഫുൾ ടൈം കാം ആയിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൽ പോവില്ല. അപ്പോ കാറ്റാണെങ്കിലും എക്സ്ട്രീം കാറ്റില്ല, ചൂട്. ആഫ്രിക്കൻ ട്രോപ്പിക്കൽ കൺട്രീസ് ഒന്നും വലിയ പ്രശ്നമില്ലാത്ത തന്നെ റെയിൻ ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ ഇന്ത്യയിലെ അത്ര ഒരു മൺസൂൺ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ഡെയിലി ഫ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡെയിലി ഫ്ലൈ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവേഴ്സ് ബിൽഡ് ചെയ്യും. അപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് 200 hours ഫ്ലൈയിങ് ആണ് മിനിമം വേണ്ടത്. അപ്പോ അവിടെ പോകുമ്പോ നമുക്ക് പെട്ടെന്ന് 200 hours ഫ്ലൈയിങ് കിട്ടണം. ഏകദേശം
US-ലൊക്കെ 8 months, തുനീഷ്യയിൽ ഇപ്പൊ 14 months-ന്റെ കോഴ്സാണ് വരുന്നത്. അതേ സംഭവം ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 years plus വരും. 2 years ക്ലൈമറ്റ് കണ്ടീഷൻസ് കൂടി കാരണം കാരണം നമുക്ക് പെട്ടെന്ന് മഴ പെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അണ്ടർസ്റ്റുഡ്. അപ്പോ അങ്ങനെ ആ ഒരു ബെനിഫിറ്റ് അവിടെ. അപ്പൊ ഇനിയും ടുണീഷ്യയിലായിരിക്കും ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുന്നിടത്തും ടുണീഷ്യയിൽ ഫ്ലൈ ചെയ്യാനാണ് തീരുമാനം. കൊമേഴ്ഷ്യൽ പൈലറ്റ് ടുണീഷ്യയിൽ ടുണീഷ്യൻ എയർ സ്പേസിൽ ഫ്ലൈ ചെയ്ത യങ്ങസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ആണ് കണ്ണൻ. അപ്പോ ഇപ്പൊ ഇനി വിദേശത്ത് പൈലറ്റ് നമ്മൾ പഠിച്ച് കോസ്റ്റ് ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണ്? കോസ്റ്റ് ഏകദേശം രണ്ട് ഭാഗത്ത് സെയിം ആ വരിക. ഏകദേശം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആവണമെങ്കിൽ എത്ര രൂപ നമ്മൾ ചെലവാക്കണം? ഏകദേശം 40 to 45 ഇടയിലാണ് കറക്റ്റ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് മാത്രം. സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസിനോ? അല്ലല്ല, കൊമേഴ്ഷ്യൽ സ്റ്റുഡന്റ്, പ്രൈവറ്റ്, കൊമേഴ്ഷ്യൽ ഇതെല്ലാം കൂടി കിട്ടുമ്പോഴേക്കും ഏകദേശം ഒരു 45 to 50 ടോട്ടൽ 45 അല്ലെങ്കിൽ 45 to 50 lakhs. നമ്മൾ ആ സ്കൂള് എവിടെയാണോ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. നമ്മളിപ്പോ തുനീഷ്യയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 45ന്റെ അടിയിലേ വരുള്ളൂ. US-ൽ സെലക്ട് ചെയ്യണമെങ്കിൽ 52ന്റെ അടിയിലേ വരിക. ഇനി അവിടെ നമ്മൾ പൈലറ്റ് ഇങ്ങനെ ഫ്ലൈ ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് അതേപോലെ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ? there are some other exams ഉണ്ടോ? അല്ല, നമ്മൾ അതായത് ഇന്ത്യയിൽ ഒരു DGC ഉണ്ട്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പൊ ഈ DGCന്റെ അടിയിലൊരു കുറച്ച് എക്സാംസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പുറത്തു പോയി പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു 3 എക്സാംസ് ഉണ്ട്. എയർ നാവിഗേഷൻ, നാവിഗേറ്റ് ചെയ്യുക. എയർ റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇന്ത്യയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇന്ത്യയിലല്ല, അത് ഏകദേശം ഓവറോൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ ആയിരിക്കാം. കാരണം ഫ്ലൈറ്റ് നമ്മളിപ്പോ റഷ്യയിൽ ഫ്ലൈ ചെയ്യാം, നമ്മൾ നമുക്ക് ആവില്ല. അപ്പൊ അത് ഐക്കാവോ എന്ന് പറയും, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. അവരുടെ അടിയിലാണ് എല്ലാതും വരുന്നത്. അപ്പോ ആ ഒരു എല്ലാതും ഏകദേശം ഒരു ഈക്വൽ ആയിട്ടായിരിക്കും, യൂണിഫോം ആയിട്ടായിരിക്കും എല്ലാ റൂൾസും കാര്യങ്ങളും. അപ്പൊ ആ റൂൾ, എയർ റെഗുലേഷൻ, പിന്നെ മീറ്റിയറോളജി, കാലാവസ്ഥ പഠനം, അത് ഇന്ത്യൻ ക്ലൈമറ്റോളജി, പിന്നെ നോർമൽ ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളെ പറ്റി, അറ്റ്മോസ്ഫിയർ, അതിനെ പറ്റിയിട്ടൊക്കെ ഈ 3 എക്സാംസ് ക്ലിയർ ചെയ്യണം. പിന്നെ RTR എന്ന് പറഞ്ഞിട്ട് റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് അങ്ങനെ എക്സാംസ്, അതായത് നമ്മൾ ടവറായിട്ട് കോൺടാക്ട്. സ്റ്റുഡന്റ് പൈലറ്റിനെ ക്ലിയർ ചെയ്തു. അതൊക്കെ ക്ലിയർ ചെയ്തു. ഈ 3 എക്സാംസ് കഴിഞ്ഞ് ഇവിടെ വന്ന് കൺവേർഷനാണ് ഈ 3 എക്സാംസ് ആവശ്യം വരിക. അതായത് നമുക്ക് കിട്ടുന്നത് നമ്മൾ തുനീഷ്യയിൽ പോയി ഫ്ലൈ ചെയ്ത തുനീഷ്യൻ ലൈസൻസ് ആയിരിക്കും. US-ലാണെങ്കിൽ US-ന്റെ ലൈസൻസ് ആയിരിക്കും. അത് നമുക്ക് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനാണ് ഈ 3 എക്സാംസ് എഴുതിയിട്ട് ഇന്ത്യയിലേക്ക് കൺവേർഷൻ ചെയ്യാം. അതിന് ഈ 3 എക്സാംസ്, അത് കൺവേർഷന് ചെറിയൊരു കോസ്റ്റ് തന്നെയാണ് വരുള്ളൂ, 2 to 3 lakhs അതിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പൊ ഇനി ഒരു കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആവാനുള്ള ഒരു ഫോമുല. ഈ ഷൂട്ടിംഗ് എന്നുള്ളത് ഒരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോ ഷൂട്ടിംഗ് വന്നിട്ട് സ്പോർട്സിന്റെ രീതിയിലും പൈലറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ രീതിയില്, അതായത് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യാം. +2 പഠിക്കുന്ന ഒരു കുട്ടി അത്ലറ്റ് ആണ്, +2 എഡ്യൂക്കേഷനും ഉണ്ട്, അത്ലറ്റും ഉണ്ട്. അതേപോലെ ഞാന് പൈലറ്റ് വന്നിട്ട് എഡ്യൂക്കേഷൻ ലെവലും ഷൂട്ടിംഗും വന്നിട്ട് സ്പോർട്സ് ലെവലുമാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ പ്രൊഫഷൻ ആക്കാൻ പറഞ്ഞാൽ പിന്നെ അതിന് മാത്രം നിൽക്കണം, വേറെ ഒരു പണിക്ക് നിൽക്കാൻ പാടില്ല. അത്രയും അവര് ഏകദേശം ഒരു ദിവസം 16 മണിക്കൂർ ഷൂട്ടിങ്ങിന്റെ പിന്നാലെ. ഏത് പ്രൊഫഷനില് നമ്മള് ഫോക്കസ് ചെയ്ത് പോവാണെങ്കിലും ഏകദേശം നന്നായി ടൈം സ്പെൻഡ് ചെയ്യണം. അതിന് നല്ലൊരു എമൗണ്ട് നമ്മൾ ചെലവാക്കും, നല്ല എമൗണ്ട് ചെലവ് വരണം. കാരണം നമ്മൾ എന്തായാലും ഒരു മിനിമൽ എമൗണ്ട് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാ, നാഷണൽ വരെ പോവാ, തിരിച്ചു വരാം. അതുവരെ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ നന്നായി സ്പെൻഡും ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് പോകണം. അപ്പോ അതിന് അത്യാവശ്യം എക്സ്പെൻസും വരുന്നുണ്ട്, ടൈം കാര്യങ്ങള്. നമ്മളിപ്പോ കേരളത്ത് ഇരുന്നിട്ട് ഞാനിപ്പോ ഷൂട്ടിങ്ങിന്റെ പിന്നാലെ പോയാൽ എനിക്ക് വേറെ എവിടെ നിന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്തായാലും ഷൂട്ടിങ്ങിലുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ജോലി തരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതേ സംഭവം നോർത്തില് നേരെ തിരിച്ചാ. നോർത്തില് പഠിത്തം തന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഷൂട്ടിംഗ് അല്ല, സ്പോർട്സിന്റെ രീതിയിലാണ് അവര് ഫുഡ് കാര്യങ്ങളൊക്കെ അവര് തന്നെ പ്രൊവൈഡ് ചെയ്യും. ആ കുട്ടിനെ അവരെടുക്കും.
അങ്ങനെ ദത്തെടുക്കും. അപ്പോ അതെടുത്ത് വേണം ഫുഡ് കാര്യങ്ങൾ, അവന്റെ സ്പോർട്സ്. ഒരു തോക്കിന് ഏകദേശം ഒരു ഓപ്പൺ മാർക്കറ്റിൽ 5 ലക്ഷം രൂപ വരും. ഒരു അമുനേഷന് വന്നിട്ട് 15 മുതൽ 45 രൂപ വരെ ഉണ്ട് ഒരെണ്ണത്തിന്. അപ്പൊ അത് നമ്മള് കോമ്പറ്റീഷന് വരുമ്പോ അവര് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എപ്പോഴും ഈ 45 റുപ്പീസിന്റെ തന്നെ, അതായത് പ്രിസിഷനും അക്യുറസിയും ഒക്കെ കൂടും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്ത് വരും. അതൊക്കെ ഗവൺമെന്റ് കൊടുക്കും. മനസ്സിലായി. നമ്മളിവിടെ നമ്മൾ തന്നെ ചെയ്യും. ഇപ്പൊ വേറെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് ഇവിടെ 15 രൂപന്റെ ഉണ്ടയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അവിടെ പോകുന്നു, അമിനേഷൻ മാറ്റുന്നു, നല്ലതിൽ മാച്ച് ചെയ്യുന്നു. അപ്പൊ അവരുടെ ആ ഒരു പ്രാക്ടീസിന്റെ അടുത്ത് നമുക്ക് പോവാൻ പറ്റൂല. അവരുടെ അവിടെ പ്രാക്ടീസിൽ പോയാലേ നമുക്ക് അവരിനെക്കാട്ടിലും ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് നാഷണൽ ലെവലിൽ പോകുന്നു. വീണ്ടും ആസ് എ ഹോബി, ആസ് എ സ്പോർട്ട്. പിന്നെ ഈ ചെയ്യണവരുണ്ട്, പക്ഷെ ഏകദേശം അതായത് ഫോക്കസ് ചെയ്യണവരുണ്ട്, എന്നാലും മിനിമലാണ്. എനിക്ക് 2 കാര്യങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നിയിട്ടുള്ള 2 ആസ്പെക്റ്റുകൾ. ഇപ്പോൾ കണ്ണന്റെ ജേണി പറഞ്ഞപ്പോൾ, ഒന്ന്, ഈ ഒരു യങ് ഏജിൽ ഇത്രയും കാര്യങ്ങൾ തേടി കണ്ടുപിടിച്ച് എന്താ പറയാ, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്നുള്ളത് ഭൂരിഭാഗം സ്റ്റുഡൻസിൽ നമ്മൾ കാണാറില്ല. ലൈക്ക് അങ്ങനെ +2 കഴിഞ്ഞിട്ട് എന്നിട്ട് ആലോചിക്കാം, എന്നിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ആലോചിക്കാം എന്നൊക്കെയാണ് പല ആളുകളും ചിന്തിക്കുക. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്. അത് എന്താ വെച്ചാ നമ്മുടെ ഫാമിലി ഇതിന്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ. നമ്മുടെ ചിന്താഗതി വന്നിട്ട് ഒരു കുട്ടി ചിന്തിക്കുന്നത് വന്നിട്ട് അച്ഛനും അമ്മയും എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ. അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത്. അപ്പോ പാരന്റ്സ് എന്നുള്ളത് എത്രത്തോളം അവരുടെ ഡ്രൈവും അവർ ഈ ഒരു ജേർണിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ശരിക്ക് അതാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. അത് വന്നിട്ട് അതായത് ഞാൻ ഷൂട്ടിങ്ങിന് പോവാണ് വെച്ചത്, അതായത് തോക്കിന് എത്ര വിലയുണ്ട്, അമ്യൂണിഷൻ എത്ര വിലയുണ്ട്, ഡെയിലി ഏകദേശം ഇത്ര രൂപ ചെലവാകും. എടാ കണ്ണ, ഇതൊന്നും നടക്കൂല, നമുക്കിതൊന്നും പറ്റില്ല, ഇതൊന്നും വേണ്ട, നീ വേറെന്തെങ്കിലും നോക്കിക്കോ. അപ്പൊ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ റണ്ണിങ്ങിന് പോവാ. ഷൂട്ടിങ് മാറ്റി. എനിക്ക് ഷൂട്ടിങ് അത്ര ഇഷ്ടം തോന്നിയിട്ടാ വീട്ടില് വേണ്ട പറഞ്ഞു. ഞാൻ റണ്ണിങ്ങിന് പോവാ. റണ്ണിങ്ങിന് പോണത് എന്റെ ഇഷ്ടപ്രകാരമല്ല, ആരിന്റെ ഇഷ്ടപ്രകാരമല്ല. ഞാൻ ഓടണു, എന്തെങ്കിലും ചെയ്യുന്നു, ആ ഒരു രീതിയിൽ പോകുമ്പോ ഒരു ഭാഗത്ത് എത്തൂല. അപ്പൊ പാരന്റ്സിന്റെ ഇതേ സംഭവം അച്ഛൻ പറയാണ്, നീ ചെയ്തോ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കാം, നമുക്ക് പറ്റുന്നത് പോലെ നോക്കാം. നീ ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലല്ലോ കണ്ണല്ല, ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാം, നീ സെറ്റ് ആക്കിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാക്കാം. ഞാൻ ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോ, അതായത് എന്താണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഞാൻ എന്റെ മാക്സിമം പെർഫോമൻസ് അതിൽ വരും. എന്റെ മാക്സിമം പെർഫോമൻസ് അതിൽ വരുമ്പോ പിന്നെ ബാക്കിയുള്ള എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ എൻ്റെ നിന്ന് വന്നാലും അതിന്റെ ഒരു പാർട്ടാണ്. അതായത് ഷൂട്ടിങ് ചെയ്യുമ്പോൾ തോക്കൊരു പാർട്ടാണ്. തോക്ക് നല്ലതുണ്ട്, പൊട്ടയുണ്ട്. ഈ നല്ല തോക്കില് ഒരു കുട്ടി, നല്ലൊരു ഷൂട്ടർ നല്ല തോക്കില് ചെയ്താൽ മാക്സിമം സ്കോറായി. ഇതേ നല്ല ഷൂട്ടർ വന്നിട്ട് ഏകദേശം ഇത്തിരി ഒരു ഫെയർ കണ്ടീഷനിലുള്ള ഒരു വെപ്പണിലാ ചെയ്യണ പറഞ്ഞാൽ ഒരു മിനിമൽ സ്കോർ ആവുകയുള്ളൂ. അപ്പൊ ആ പാർട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരാൻ ഇത്തിരി പാടുപെട്ടു. അതായത് പാരന്റ്സ് എന്നുള്ളത് ആക്ച്വലി കണ്ണന്റെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു പാഷൻ മനസ്സിലാക്കി അതിലവര് ഇടപെട്ടു, അതിലവര് സ്പെഷ്യലി ഗൈഡ് ചെയ്തു. ആ ഒരു അതായത് പല പാരന്റ്സും ഇങ്ങനെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് നിൽക്കുക, വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് മോഡ് പറയുന്ന പോലെ. അങ്ങനെ അതായത് പിന്നെ അവളുടെ മോള് എഞ്ചിനീയർ, അവളുടെ മോള്, അപ്പൊ എന്റെ മോള് ഇങ്ങനെ അതായത് ഇങ്ങനെ എന്ന് ചിന്തിച്ച് ആ കുട്ടിനെ അതിന് വിട്ടു. അതായത് എന്റെ മകൻ എഞ്ചിനീയർ തന്നെ ആവണം എന്ന് പറഞ്ഞു വിടുന്ന ആൾക്കാരുണ്ട്. അവൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും, ആ കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണോ, അവന്റെ മാക്സിമം അവൻ അതിൽ പെർഫോം ചെയ്യില്ല. അവൻ അതേ സംഭവം ആ എഞ്ചിനീയറിംഗിന് പോണ അവിടെ തന്നെ അവന് വേറെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയി കിട്ടിയ അവൻ അതിന്റെ പിന്നാലെ ചെറിയൊരു ഡൈവേർഷൻ വരുമ്പോ ഈ എഞ്ചിനീയറിംഗ് ഒന്ന് ചെറുതായി പോകും. ഇതേ സംഭവം അവന് ആ എഞ്ചിനീയറിംഗ് നല്ല ഹൈ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഇതേ സംഭവം അവന് ഇഷ്ടം വേറെ എന്തെങ്കിലും ആയിരിക്കും, MBA എടുക്കലായിരിക്കും, BBA MBA. അപ്പോ അതിനെ വിട്ടാ ചിലപ്പോ ആ ഫാമിലിയിലുള്ള ഫസ്റ്റ് മില്യണയർ ആവാം. പക്ഷെ ആ ഒരു കുട്ടിയുടെ വിഷൻ പാരന്റ്സിന് പലപ്പോഴും കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാരന്റ്സ് ആണെന്ന് കണ്ടിട്ട് അത് നേർച്ചർ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എനിക്ക് തോന്നുന്നത്
കണ്ണന്റെ ജേണി എന്ന്. ഞാൻ ഷൂട്ടിംഗ് ചെയ്യുന്നു, അച്ഛൻ അതായത് ഞങ്ങക്ക് അതായത് ഷൂട്ടിംഗ് പറഞ്ഞിട്ട് ഈ ടൈറ്റിൽ എനിക്ക് ഓരോ ചാനൽസ് വരുമ്പോഴും കാര്യങ്ങൾ വരുമ്പോഴും അതൊക്കെ ഒരു മോട്ടിവേഷനാ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരണോ, അപ്പൊ ഇനിയും വരണം, അടുത്ത മാസം ഒന്നും കൂടി, അടുത്ത മാസം 2018 ഒരെണ്ണം വരണം, 2019 ഒരു വട്ടം, ഓരോരോ സീസണലായിട്ട് നമ്മള് ആ ഒരു ഇതിലേക്ക് വരണം. അപ്പോ ഞാന് അത് കഴിഞ്ഞ് പൈലറ്റ് ട്രെയിനിങ് നോക്കാന്ന് പറഞ്ഞു. അച്ഛനും ഞാനും കൂടിയിട്ട് തന്നെയാ പറഞ്ഞു. അപ്പൊ അച്ഛൻ നമുക്ക് നോക്കാം, ഏകദേശം ഇത്ര എക്സ്പെൻസീവ് വരുന്നുണ്ട്, നോക്കാന്ന് പറഞ്ഞു. പിന്നെ നോക്കി അവസാനം ഓക്കെ എന്നായി. അച്ഛൻ നോക്കാന്ന് പറഞ്ഞ ഓക്കെ, എങ്ങനെയാലും നോക്കും, അത് നോക്കും. അപ്പൊ അതായത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും അച്ഛ ഇന്നൊരു സാധനം വേണം എന്ന് പറഞ്ഞ അച്ഛൻ നമുക്ക് നോക്കാം, ഞാൻ അച്ഛൻ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നതിന് മുന്നേ അച്ഛൻ വാങ്ങിച്ചും വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനം ചോദിക്കാറുള്ളൂ അല്ലേ? ആവശ്യമുള്ള സാധനം മാത്രമേ ചോദിക്കാറുള്ളൂ, ഞാൻ വേറെ ഒന്നും ചോദിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു അതായത് എനിക്ക് വാച്ച് വേണം, ഷൂ വേണം, കണ്ണട വേണം, അതെ എന്തെങ്കിലും ഒരു ഇത് വേണം, അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസിന് ഇന്നത് വേണം, അങ്ങനെയൊക്കെ പറയുമ്പോ അതായത് അച്ഛൻ അത് നോക്കും. അതായത് ഇതുകൊണ്ട് അവന് ഗുണമുണ്ടോ, ഗുണമാണോ ദോഷമാണോ, അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ. അല്ലെങ്കിൽ ഒരു നമ്മള് കുട്ടികൾ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു അനിയനുണ്ട്. ഇപ്പൊ 12 വയസ്സ്. അവൻ ഗെയിം കളിക്കും. ഇപ്പൊ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കളിക്കാൻ. ആദ്യം അച്ഛൻ കൊറേ പറഞ്ഞു വേണ്ട, കളിക്കണ്ട, കണ്ണിന് പ്രശ്നമാണ്, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ അതിൽ കണ്ടത്, അതായത് ഈ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമില് അവൻ ഈ ഓരോ ബ്ലോക്ക് വെച്ചിട്ട് വീടുണ്ടാക്കുക, ഓരോന്ന് കണ്ടുപിടിക്കുക, മൈനിങ്ങിന് പോവുക. അപ്പോ അത് അവന്റെ മനസ്സിലെ ക്രിയേറ്റിവിറ്റി, അതായത് അവൻ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമ്മൾ ഈ സ്ക്വയറും ഇങ്ങനെയുള്ള വീടായിരിക്കില്ല കിട്ടുക. വീട് കിട്ടുമ്പോ വീട്ടില് മറ്റേ ഹോം തിയേറ്റർ, ജിമ്മ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. കുതിര ഓടിക്കാനുള്ള അറീന, കുതിര, അതൊക്കെ ആ വീട്ടിലുണ്ടാവും. അവൻ ആ ഗെയിമിന്റെ ഉള്ളിൽ കെട്ടുന്നത്. അപ്പൊ അവന്റെ വിഷൻ അത്രയും കേറിക്കൊണ്ടിരിക്കും. അതിനുശേഷം അച്ഛൻ അത് കളിച്ചോന്ന് പറയും. ചിലവരത് കാണില്ല. അതായത് ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രം കണ്ടിട്ട് നമ്മൾ വേണ്ടെന്ന് പറയുന്നതും അതിലെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് നോക്കില്ല ചിലവര്. അപ്പൊ ആ അഡ്വാൻറ്റേജ് നോക്കി ഓക്കെ ആണെന്ന് പറയുമ്പോ ആ ഒരു വ്യത്യാസം വരും. അതെ അതെ അതെ, ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും എന്താണ് അതിലൊരു എപ്പോഴും നമ്മൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് മാത്രം കാണാതെ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എടുക്കാം എന്നുള്ളത് കണ്ണന്റെ അച്ഛൻ്റെ അടുത്ത് പഠിക്കണം എന്ന്. അതായത് ഞാൻ ചെറുപ്പത്ത് കല്ല് കളക്ട് ചെയ്യും. ഒരു ഫിഫ്തിലും കല്ല് കളക്ട് ചെയ്യും. ഒന്നുമില്ല, ഞാന് നമ്മളെ ഈ മറ്റേ വെള്ളാരം കല്ല്, ഉരുളം കല്ല്, ആ കല്ല്, ഈ കല്ല്, പല കളറിലുള്ള കല്ല്, അതൊക്കെ ഞാൻ കളക്ട് ചെയ്യും. ഈ കല്ലില് അപ്പൊ അമ്മ പറയും കല്ല് എന്തിനാണ് കള എന്ന് പറയും. അച്ഛൻ അല്ല നീ അതവിടെ വെച്ചോ, എന്തായാലും ഇപ്പൊ 4-5 കല്ല് വെച്ചത് കൊണ്ട് നമുക്കിപ്പോ ഇല്ല, ലാഭവും ഇല്ല, അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോ ഈ കല്ലിന്റെ വന്നിട്ട് അതായത് നമുക്ക് കളക്ടിവിറ്റി കൂടി, നമുക്ക് ഓരോന്നിനെയും പറ്റി അറിയും. ഇന്ന കല്ല് അതിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. ആ കളക്ട് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, കാര്യങ്ങള്, ആ ഒരു ഈ കല്ലിന്റെ കളക്ഷൻ ആയിരിക്കും വലുതാവുമ്പോ കാറിന്റെ കളക്ഷൻ ആവുക. അപ്പോ ആ ലെവല് മാറി. എന്തായാലും ഞാൻ ആദ്യം കല്ലിന്റെ കളക്ഷൻ ആയിരുന്നു, പിന്നെ ഞാന് സ്റ്റിക്കറിന്റെ കളക്ഷൻ, കല്ലിന്റെ കളക്ഷൻ, അങ്ങനെ ഓരോ കളക്ഷൻ മാറി ഇപ്പൊ തോക്ക് വാങ്ങുന്നുണ്ട്. അങ്ങനെ മാറി പോകും. അപ്പൊ അതേപോലെ അനിയൻ കളക്ട് ചെയ്യും. അനിയൻ ആദ്യം തീപ്പെട്ടിന്റെ ബോക്സ്, പിന്നെ ഈ നമ്മുടെ സോഡ ഉണ്ടല്ലോ പൊട്ടിക്കണ, ആ സോഡന്റെ ക്യാപ്പ്, അത് പലതരം അവൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യുമ്പോ പിന്നെ ഞാനിപ്പോ കോയിൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ കോയിൻ അല്ല, ഈ സാധാരണ കോയിൻ തന്നെ, ഈ 5 റുപ്പി കോയിനാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. ഈ 5 റുപ്പി കോയിനിൽ തന്നെ അതിന്റെ ബാക്കില് ഓരോ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഞാൻ വേറെ ഏത് കോയിനും ഫോക്കസ് ഇല്ല, ഈ 5 റുപ്പീസ് മാത്രം അതില് ഓരോ വെറൈറ്റീസ് മാത്രം കളക്ട് ചെയ്യും. അപ്പൊ അതേപോലെ അങ്ങനെ ഇതാവുമ്പോ നമുക്ക് ആ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇന്ന കോയിനും എന്താ വ്യത്യാസം,
നമുക്ക് പെട്ടെന്ന് ഒരു സാധനം കാണുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ വരും. അതേപോലെയാണ് അങ്ങനെ ഓരോന്ന് നോക്കി പിന്നെ അങ്ങനെ ഓരോന്ന്. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ ദ കോൺവെർസേഷൻ. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഒരു യങ്ങർ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു ഗൺ ലൈസൻസ് എടുക്കാന്നുള്ളതല്ല, നേരെ മറിച്ച് അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആവാന്നുള്ളതല്ല, നേരെ മറിച്ച് വാട്ട് എവർ ഇസ് യുവർ ഡ്രീം, ആ ഡ്രീമിലോട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് പാരന്റ്സും സ്റ്റുഡൻസും ഒരുമിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണനും. കണ്ണന്റെ അച്ഛനും ഇവിടെ ഇല്ല, പക്ഷേ കണ്ണന്റെ അച്ഛനും ഈ ഒരു കോൺവെർസേഷനിലെ ഒരു ബിഗ് പാർട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് ടു ഹിം. ആൻഡ് നമ്മളെല്ലാവരെയും ഈ ഒരു യങ്ങർ ഏജിൽ 18 വയസ്സാവാൻ എത്ര ദിവസമുണ്ട്? നാളെയാണ്. അപ്പൊ നാളെ 18 വയസ്സാകുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഈ കണ്ണന്റെ ഫ്യൂച്ചർ ജേർണിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ്. താങ്ക് യു.